ഗൈസ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? കുറേ നാളായി വീഡിയോസ് ചെയ്തിട്ട്, എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു മാസമായി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ നാട്ടിലൊക്കെ ഒന്ന് പോയി, മദറിനെയും അതേപോലെ തന്നെ റിലേറ്റീവ്സ്, പിന്നെ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് എല്ലാവരെയും കണ്ട്, നെയ്ബേഴ്സ് എല്ലാവരെയും കണ്ട് തിരിച്ചു വന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലായിപ്പോയി, വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കണ്ടൻറ്റുകളൊക്കെ വളരെ പരിമിതമായി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നെനിക്ക് പറയാനുള്ള, നാട്ടിൽ പോയപ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. എല്ലാവരെയും കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായിരുന്നു. നമ്മൾ ഇവിടെ UK ഉള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു ഫാമിലി, നമ്മൾ ആ ചട്ടക്കൂട്ടിനകത്ത് നമ്മുടെ ഒരു കുടുംബം, ഭാര്യ, മക്കൾ, പിന്നെ ജോലി, വരവ്, അതൊക്കെ തന്നെ. ഇവിടെ അങ്ങനെ ഒരു ആക്ടിവിറ്റീസിലൂടെയാണ് കഴിഞ്ഞു പോകുന്നത് ഒട്ടുമിക്കുള്ളവരും. പിന്നെ വല്ലപ്പോഴാണെന്തെങ്കിലും ക്ലബ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസോ പങ്കെടുക്കുന്ന അപ്പോഴൊക്കെ നമുക്ക് ഈ പിന്നെ സന്തോഷം, ഹാപ്പിനെസ് നമ്മളിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ ഹാപ്പിനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് അനിവാര്യമായൊരു ഘടകമാണ്. ഫ്രണ്ട്സിനെ കൂട്ടുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ അവിടെ അവന് ഹാപ്പിനെസ് ഉണ്ടാവത്തില്ല. ഫ്രണ്ട്സുമായി നമ്മൾ ഗ്രൂപ്പായിട്ട് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഹാപ്പി ഹോർമോൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നൊരു സമയമാണ് അതൊക്കെ. അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് നമ്മൾ ഔട്ടിങ്, കൂടുതലും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, അറ്റ്ലീസ്റ്റ് മന്ത്ലി ഒരു ദിവസം അത് ഫുള്ളായിട്ട് ഔട്ടിങ് നമ്മൾ മാറ്റി വെച്ചിട്ട് അവിടെ നമ്മൾ പൈസ ഇറക്കിയിട്ട് കാര്യമില്ല. എൻജോയ്മെൻറ്റ് ഉണ്ടാവണമല്ലോ, അപ്പോഴേ ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. പിന്നെ ഈ പ്രെയർ വഴി നമുക്ക് പ്രാർത്ഥന, ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് പ്രാർത്ഥിക്കുക. ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്കത് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവത്തിനോട് ആവശ്യപ്പെടാം ഇന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ മനസ്സ് കുറച്ചുകൂടെ ശാന്തമാവും. ഈ സ്ട്രെസ്സ്, ഓവർ തിങ്കിങ്, അതുപോലെ തന്നെ മാനസിക വിഭ്രാന്തി, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവായി കുറച്ച് സന്തോഷമുള്ള കാര്യങ്ങൾ, നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ നല്ല ഫുഡ് കഴിക്കുക, ഒന്നും നോക്കരുത്. നല്ല ഫുഡ് നമുക്ക് എന്താണോ ഇഷ്ടം അത് നമുക്ക് അഫോർഡബിളായിട്ട് വാങ്ങാൻ കഴിയുമെങ്കിൽ അത് വാങ്ങിച്ച് കഴിക്കുക. അല്ല, എന്താണോ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, അപ്പോൾ ആ ഒരു പ്രൈസ് നമുക്ക് അനുവദനീയമായ, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പ്രൈസ് കൊണ്ട് നമ്മൾ നല്ല ഫുഡ് വാങ്ങിച്ച് കഴിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. എന്തായാലും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. അപ്പോൾ സന്തോഷമില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച് അത് വല്ലാത്തൊരു വേവലാതിയുള്ളൊരു ജീവിതമാണ്. അങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. താനായിട്ട് നമ്മൾ പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് നടക്കുക, എക്സസൈസ് ചെയ്യുക. നമുക്ക് സന്തോഷം കിട്ടാനായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്കിനി വലിയ ടൂറ് പോകേണ്ടതില്ല. ടൂറ് പോയാൽ നല്ലതാണ്. നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളുടെ മനസ്സിലൂടെ തന്നെ, നമ്മളുടെ പ്രവൃത്തിയിലൂടെ തന്നെ, നമ്മളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലൂടെ തന്നെ നമുക്ക് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ നമ്മളൊന്ന് വിളിച്ച് സംസാരിച്ച്, അവരുമായിട്ടൊന്ന് സംസാരിച്ച് കോമഡിയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഏറെ സന്തോഷമുണ്ട്. അപ്പം നമ്മൾ ഡിസ്റ്റർബ്ഡായിട്ട്, മൈൻഡ് സ്ട്രെസ്സായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ചിന്തകൾ വരും. അയ്യോ, എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ലല്ലോ, എനിക്ക് ആരുമില്ലല്ലോ. അങ്ങനത്തെ മാനസികമായ പിരിമുറുക്കം കാരണമാണ് പല ആളുകളും പല അറ്റംപ്റ്റും ചെയ്യുന്നത്. സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ ചെയ്യുന്നതിനുള്ള സാധ്യത ഈ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ള സാഹചര്യം പരമാവധി ഒഴിവാക്കി നമ്മൾ ഫ്രണ്ട് സർക്കിളിലോട്ട്, നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, പിന്നെ സംസാരം, നമ്മൾ അവരുമായിട്ട് കൂടുതൽ ഇടപഴകി വരുമ്പോൾ നമുക്ക് കുറേ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ നമുക്ക് ലഭിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന ജനറലായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും ഒന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഹാപ്പിനെസ് നമ്മൾ പിന്നെ ക്രിയേറ്റ് ചെയ്യേണ്ട സംഭവം തന്നെയാണ്. അത് താനേ വരുന്നതല്ല, ക്രിയേറ്റ് ചെയ്യണം. പ്രെയറിലൂടെ, നല്ല ഫുഡ് കഴിക്കുന്നതിലൂടെ, നല്ല റിലേഷൻഷിപ്പിലൂടെ, അത് പാരൻസുമായിട്ട് നല്ല റിലേഷൻഷിപ്പിലൂടെ, ഫ്രണ്ട്സുമായിട്ട്, നിങ്ങളെ പാർട്ട്ണറുമായിട്ട്, പിന്നെ നല്ല ഫുഡ് കഴിക്കുന്നതിലൂടെ, പിന്നെ നമുക്ക് ഒന്ന് എക്സസൈസ്, വാക്കിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ടൂറ് പോവുക. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഹാപ്പിനെസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം, നമുക്കൊരു ഹോബി ഉണ്ടെങ്കിൽ, ഒരു പാഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏത് ജോലി ചെയ്യും, ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി എല്ലായിരിക്കും ചെയ്യുന്നത്. എന്തെങ്കിലും ജോലി ചെയ്ത് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ എന്നാൽ നിങ്ങൾക്കൊരു കാര്യം, ഇഷ്ടപ്പെട്ടൊരു ഹോബി, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി നിങ്ങളൊരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഹാഫ് അവർ നിങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട് അതിന് വേണ്ടി നിങ്ങളൊന്ന് പരിശ്രമിക്കുക. ഇപ്പോൾ പടം വരയ്ക്കാൻ കഴിയുന്നുള്ളവർ അങ്ങനെ നോക്കുക, അല്ലെങ്കിൽ പാട്ട് പാടാൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവർ ആ രീതിയിലൂടെ അവരുടെ കഴിവിനെ മെച്ചപ്പെടുത്തുമ്പോൾ അതിലൂടെ സന്തോഷം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പം ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട സംഭവം തന്നെയാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, വിഷമിച്ച് നടക്കാതെ ബി ഹാപ്പി എവരി ടൈം.
മാക്സിമം അത് ക്രിയേറ്റ് ചെയ്ത് മറ്റുള്ളവരിലൂടെ നിങ്ങളുടെ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതാണെന്ന് എനിക്ക് പറയാനുള്ളൊരു മെസ്സേജ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. ഗുഡ് ബൈ.